പുതിയ വാർഡ് പരിഷ്കരണം നിലവിൽ വന്നതോടെ കോഴിക്കോട് പള്ളിപ്പടി ടൗൺ 3 വാർഡുകളുടെ സംഗമ കേന്ദ്രമായി മാറുകയാണ്. 4, 5, 9 വാർഡുകളാണ് ഇവിടെ സംഗമിക്കുന്നത്. പുതിയ വാർഡ് വിഭജനത്തോടെ കോഴിക്കോട് പഞ്ചായത്തിൽ 13 വാർഡുകൾ എന്നത് 14ആയി മാറും. പുതിയ വാർഡ് വിഭജനത്തോടെ കോഴിക്കോട് പഞ്ചായത്തിൽ 13 വാർഡിൽ നിന്നും എണ്ണം 14ആയി വർദ്ധിച്ചു. അടുപ്പുകല്ലേൽപ്പടി എന്ന പേരിൽ 5ാം വാർഡാണ് കൂട്ടി യോജിപ്പിച്ചത്. 4ാം വാർഡ് പള്ളിപ്പടി വിഭജിച്ചും സമീപത്തുള്ള മറ്റ് വാർഡുകളിൽ നിന്ന് കൂട്ടിച്ചേർത്തുമാണ് പുതിയ വാർഡ് രൂപീകരിച്ചിരിക്കുന്നത്. പുതിയ വാർഡ് വിഭജനത്തിൽ എത്ര കുടുംബങ്ങളുണ്ടെന്ന്, ഏതൊക്കെ സ്ഥലമാണ് അതിർത്തി എന്ന കാര്യത്തിൽ ഇനിയും ആശങ്കകൾ ഉയരുന്നുണ്ട്. പള്ളി ഇരിക്കുന്ന ഈ സ്ഥലം 3 വാർഡുകളുടെ കേന്ദ്രമായി മാറുകയാണ്. ഒരു സൈഡ് 4ാം വാർഡും ഈ സൈഡ് 5ാം വാർഡും ഒരു സൈഡ് 9ാം വാർഡുമായിട്ട് മാറുകയാണ്. പള്ളിപ്പടി അങ്ങനെ ഒരു പ്രത്യേകത പള്ളിപ്പടി എന്ന് പറഞ്ഞാൽ പോലും 3 വാർഡുകളുടെ സംഗമ സ്ഥലമായി പള്ളിപ്പടി മാറുകയാണ്. ഇത്രത്തോളം പറയാം. അതേസമയം വാർഡ് വിഭജനം രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള LDF കരുനീക്കമാണെന്ന് UDF ആരോപിക്കുന്നു. UDFിൻ്റെ ഭരണവും LDFിൻ്റെ ഭരണവും അവർ നിശ്ചയിക്കുന്ന രീതിയിലുള്ള ഈ പഞ്ചായത്തിൻ്റെ ഭരണം അവർ പിടിക്കത്തക്ക രീതിയിലുള്ള ആസൂത്രിതമായിട്ടുള്ള വിഭജനമാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. UDFിനെ സംബന്ധിച്ച് വളരെ ദൂഷ്യം ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിനെന്താണെങ്കിലും ഞങ്ങൾ ഇന്നലെ കമ്മിറ്റി കൂടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ പരാതി കൊടുക്കേണ്ടത് പരാതി കൊടുത്ത് പരിപാടികളിൽ നിന്ന് തിരിച്ച് കൊണ്ടുവരാനായിട്ടുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പള്ളിപ്പടി ടൗണിന്റെ ഒരു ഭാഗം 9ാം വാർഡ്, പാലത്തിന് അക്കരെ മുണ്ടക്കയം ബ്ലോക്കിലേക്കുള്ള റോഡിന്റെ ഇരുവശവും 4ഉം 5ഉം വാർഡുകൾ ഉൾപ്പെടുന്നു. പുതിയ വാർഡ് കൂട്ടിച്ചേർത്തതോടെ 5ാം വാർഡ് മുതൽ 13ാം വാർഡ് വരെ ഉണ്ടായിരിക്കുന്ന വാർഡുകളുടെ നമ്പറുകളിലും മാറ്റം വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.